Hello Habibi, ready to face a scientist. Face. അപ്പോൾ നമ്മുടെ ഈ ജോബൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവർക്കും ഈ ഗവൺമെൻറ് ജോബ് ഉള്ള ആൾ ഒരു വലിയ സംഭവമാക്കി കാണല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ് തരത്തിൽ വർക്ക് ചെയ്യുന്ന ആൾ ഗവൺമെൻറ് ജോബ് കിട്ടാൻ കുറച്ച് പാടാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ അടുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ അത്യാവശ്യം കുറച്ച് വാല്യൂ കിട്ടും അല്ലേ. പക്ഷേ ഈ കർഷകരുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ കാലത്ത് കർഷകരെല്ലാവർക്കും ഒരു പുച്ഛമാണ്, കർഷകരുടെ പുച്ഛമാണ്. ഈ കൃഷി ചെയ്യുക എന്നുള്ളത് എന്തുകൊണ്ടോ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് അതൊരു മോശ പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലരും അതിനു വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തുന്നുണ്ട്. എന്നിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ, സൊസൈറ്റി മൈൻഡിൽ ടോട്ടലി അതൊരു നെഗറ്റീവ് ജോബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര തന്നെ അല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെയായി മാറി. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ജോബിന് വാല്യൂ കൊടുക്കുന്ന പോലെ ഒരാൾ വർക്ക് അറ്റ് ഹോം, അയാൾ വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കുകയാണ്, വീട്ടിലിരുന്ന് തൻ്റെ കുടുംബത്തിനുള്ള വരുമാനം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അതിലും ഒരു വലിയ സംഭവമാക്കി കാണുന്നുണ്ടല്ലേ ഇന്ന് ജനങ്ങൾ. അതിന്ന് പോസിബിളാണ്. ഓൺലൈനിലും ഒരുപാട് കാര്യങ്ങളിലൂടെ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം പോലെ അങ്ങനെ ഒരുപാട് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് വർക്ക് അറ്റ് ഹോം ആയിട്ട് തന്നെ നമുക്ക് വരുമാനം ഒരുപാട് സോഴ്സുകളുണ്ട്. അതിൽ ഒരുപാട് കള്ളത്തരമായിട്ടും അതായത് ഫേക്കായിട്ടൊക്കെ ഉണ്ട്, ചിലത് ലീഗലായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ പല രീതിയിലും ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കർഷകരും ഇനി വർക്ക് അറ്റ് ഹോമിലേക്ക് മാറുക എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അത് ഒരു നിസ്സാരമാക്കി കണക്കാക്കി. അതായത് കർഷകർക്കിനി വീട്ടിലിരുന്ന് അവരുടെ പണിയെടുക്കാൻ നമ്മുടെ ആ ഒരു തരത്തിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് കർഷകർ വർക്ക് അറ്റ് ഹോം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഡ്രോണുകളെ അവർ പറഞ്ഞേക്കണം. ഡ്രോണുകളിൽ ഒരു പ്രത്യേക ക്യാമറ ഉണ്ടാവും. അപ്പോൾ ആ ക്യാമറ കർഷകർ വിളവെടുക്കുന്ന സമയത്ത് ആ ഡ്രോണുകളെ മൊത്തത്തിൽ നമ്മുടെ ഈ വെട്ടുകളെയൊക്കെ ഉണ്ടല്ലോ, വെട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വെട്ടുകളെയൊക്കെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് കാണാല്ലേ. അതേപോലെ ഒരു ഡ്രോണുകളുടെ ഒരു കൂട്ടത്തെ അവരുടെ കൃഷി ചെയ്യുന്ന ആ ഒരു പാടത്തിലേക്ക്, ആ ഒരു ഫീൽഡിലേക്ക് ഡ്രോണുകളുടെ കൂട്ടത്താണ് പറഞ്ഞയക്കും. എന്നിട്ട് പറഞ്ഞയച്ചിട്ട് ഈ ഡ്രോണുകളുടെ ഓരോ ക്യാമറയും ഡിറ്റക്റ്റ് ചെയ്യും. ഇത് പഴുത്തതാണോ, ഇതല്ലേ, അങ്ങനെ ഓരോന്ന് ഡിറ്റക്റ്റ് ചെയ്ത ശേഷം അത് പഴുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പിക്കപ്പ് ചെയ്ത് അത് കളക്ട് ചെയ്ത് അത് നേരെ കർഷകൻ്റെ ആ ഹോമിലേക്ക് അത് കൊണ്ടുപോയി ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് AI മാറുകയാണ്. AIൻ്റെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനിൽ പഴങ്ങളുടെ അതിൻ്റെ പഴുപ്പായോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള, അത് പാകമായോ ഇല്ല അറിയാനുള്ളൊക്കെ പ്രോഗ്രാം സെറ്റ് ചെയ്തുകൊണ്ട് അത് പറിച്ചെടുക്കുക. അതിന് ഡ്രോണുകളാണ് അതിന് ഉപയോഗിക്കുന്നത് അതിൻ്റെ ടോട്ടലായിട്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്കൊക്കെ കർഷകർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർഷകർ ഇനി വർക്ക് അറ്റ് ഹോമാണ്. അവരിപ്പോൾ അവരുടെ ഒരു കയ്യിലൊരു RC കൺട്രോൾ ഉണ്ടാവും, റിമോട്ട് കൺട്രോൾ ഉണ്ടാവും. ആ റിമോട്ട് കൺട്രോളിൽ സ്ക്രീൻ ഉണ്ടാവും. അവർക്ക് അതിലിങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, അത് ആ ഡ്രോണുകളെ നിയന്ത്രിച്ചാൽ മതി. അപ്പം അവിടെയൊക്കെ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു അറിവ് വേണം. പിന്നെ ഒന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ ഒരു സംഭവത്തിൽ റോബോട്ടിക്സ് വന്നാൽ പിന്നെ അവിടെ വേറെ ചർച്ച പറയില്ല. കാരണം റോബോട്ടുകൾക്ക് ഇവർക്കൊക്കെ ഒരു പ്രത്യേകത, കാരണം AI പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ആ AIക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് വിത്ത് പാകാനാവും. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് എല്ലാ അറിവും ഇൻ്റർനെറ്റിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ തിങ്ക് സ്പൈഡർ ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ കയറിയാണ് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതായത് യൂട്യൂബിലേക്ക് ഒരു പുതിയ കണ്ടൻറ്റ് ഇടണമല്ലോ, അപ്പോൾ കണ്ടൻറ്റ് കിട്ടണമല്ലോ. അപ്പോൾ യൂട്യൂബിലൊക്കെ മാക്സിമം ഇല്ലാത്ത കണ്ടൻറ്റ് അല്ലെങ്കിൽ ആരും ചെയ്യാത്ത രീതിയിലൊക്കെ വീഡിയോ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുമ്പോൾ ഒരുവിധം എല്ലാ കണ്ടൻറ്റും യൂട്യൂബിൽ നിന്ന് ലഭ്യമല്ലേ. അപ്പോൾ ഇൻ്റർനെറ്റിൽ എല്ലാ കണ്ടൻറ്റും ഏകദേശം ഉണ്ട്. അപ്പോൾ ഈ കണ്ടൻറ്റൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറാൻ AI എന്ന് പറഞ്ഞാൽ അറിയില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് കൃത്രിമ ബുദ്ധി. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഇറക്കുമ്പോൾ
അവിടെ എന്താ സംഭവിക്കുന്നത്? കർഷകരും വർക്ക് അറ്റ് ഹോമിലേക്ക് മാറുകയാണ്. അപ്പം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷി ഒരു നിസ്സാര പണിയാക്കി കാണണ്ട. അവിടേക്കും ഇടപെടുന്നു. ഇടപെട്ട് കഴിഞ്ഞാൽ അവരും വർക്ക് അറ്റ് ഹോമിലായിരിക്കും.